പൂർണ്ണത്രേശ ശരണം. പരദേവതയുടെ ഉപാസനയെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടത് വേണം, അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതുകൂടി നമുക്ക് നോക്കാം. വിതൗട്ട് എ ബേസ് വാട്ട് യു കൺസ്ട്രക്ട് ഇറ്റ് വിൽ ബി ഡിമോൾഷ്ഡ് എന്നാണ് വാക്ക്. എന്ന് പറഞ്ഞാൽ ഒരു അടിത്തറ ഇല്ലാത്തതായ എന്ത് കെട്ടിടം പണിത് കഴിഞ്ഞാലും അത് പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ അത് തകർന്നു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു അടിത്തറ ഇല്ലാണ്ടുള്ള ഏത് വിധത്തിലുള്ള ഉപാസനയായാലും ആ ഉപാസന ഒന്നെങ്കിൽ നമ്മുടെ നാശത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട ലക്ഷ്യം നമുക്ക് എത്താൻ സാധിക്കാണ്ട് നമ്മൾ പകുതിയിൽ വഴിമുട്ടി നിൽക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് പറയും. നാമസ്മരണം, ഭജനം, കീർത്തനം, ജപം, തപം, ധ്യാനം, സമാധി എന്ന 7 കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നാമസ്മരണയും എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക, ഭജന ഇരിക്കുക, കീർത്തനം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണ രീതിക്ക് നടത്തുന്നതാണ്. എന്നാൽ ജപം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചിട്ടകളും വട്ടകളും മാറ്റം വരും. അതിൻ്റെ ചിട്ടാവട്ടം എന്ന് പറയുന്നത് തന്നെ ഒരു മന്ത്രോപാസന സമ്പ്രദായമാണ് പിന്നെ വരിക. അപ്പോൾ ഒരു മന്ത്രം സ്വീകരിച്ച് അത് സിദ്ധി വരുത്തി അത് ജപിച്ചു പോവുക എന്നതാണ്. അവിടെ പരദേവതയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു പരമ്പര എന്ന് പറയണത് ഏതെങ്കിലും ഒരു മഹർഷിയുടെ പരമ്പരകളായിരിക്കാം പറയുക. അപ്പോൾ ആ സമ്പ്രദായം പറയുമ്പോൾ നമ്മൾ ഏത് ക്രിയ ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ പൂർവികരെ സ്മരിക്കുക എന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്മാർ മുതലുള്ള പൂർവികരായ അതിലേറ്റവും പുണ്യാത്മാക്കളായിട്ടുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ പിതൃക്കൾ, അവരുടെ അനുഗ്രഹമാണ് ഏറ്റവും വലുത്. അവരുപാസിച്ചിരുന്ന ഒരു ശക്തി പണ്ട് കാലത്ത് മുതൽ തലമുറകളായി ഉപാസിച്ച് വരുന്ന ഒരു ശക്തി, അതെന്നും നമുക്ക് കാവലായിട്ടിരിക്കണം എന്നതാണ്. അപ്പോൾ അതിനെ ഉപാസിക്കണത് ആദ്യത്തെ കാര്യം, അത് നിർബന്ധമാണ്. കാരണം അതാണ് നമ്മുടെ ബേസ്. അല്ലാണ്ട് നമ്മൾ എവിടെ പോയിട്ട് എത്ര കാശ് ചെലവ് ചെയ്തു എന്തൊക്കെ ചെയ്താലും സാധാരണ സ്ഥിതിക്ക് അതിനൊരു ഫലം കാണില്ല, അത് സത്യമാണ്. എന്നാൽ ജാതകപ്രകാരമോ